Good morning. Voice video അങ്ങായിപ്പോയിരുന്നു. സോ ചെറിയ ടൈം ബ്രേക്ക് വന്നു. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ നോക്കിയായിരുന്നോ? കുറച്ച് കവർ ചെയ്ത് പോയായിരുന്നു. നോക്കി എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ എഴുത്ത് നിർത്തിയിട്ട് collective bargaining objectives വരെ ആണോ? ശരി, നമുക്ക് നോക്കാം. ക്ലിയർ ആക്കാം. ചെറുതായിട്ട് ഫാനിനൊന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് സൗണ്ട് നോക്കിയാൽ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് എന്താണെന്ന് നമ്മൾ ഡീപ്പായിട്ട് കഴിഞ്ഞ 2 ക്ലാസ് ആക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അല്ലെ, ഓർഗനൈസർ അതായത് തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം അവിടെ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൊസൈറ്റിക്ക് അല്ലെ, അവർ പ്രത്യേകമായിട്ട് വിഭാഗീകരിച്ച് തന്നെയാണ് ആ ഒരു ഇമ്പോർട്ടൻസ് എടുത്ത് പറയുന്നത്. സൊസൈറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവൈലബിൾ ആകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അല്ലെ നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് നോക്കാം. First one പറയുന്നത് സൊസൈറ്റി കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു സൊസൈറ്റി ഇൻ ഫോളോയിങ് വൈസ് അല്ലെ. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് ഇമ്പോർട്ടന്റ് ആയിട്ട് സൊസൈറ്റിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നോക്കാം ഒരുപാട് കാര്യങ്ങൾ അത് എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗൈനിങ് ഹെൽപ്സ് ഇൻ ഡിവൈഡിങ് ദ ബെനിഫിറ്റ് derived from industry equally among all the stakeholders, which include the employees, the union, the management, the customers, and the suppliers, and the public. അതായത് നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സ് ആർക്ക് വേണമെങ്കിലും നടപ്പാക്കാം. ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു വിൽപ്പന നടത്തി കഴിഞ്ഞിട്ട് അത് ഉദ്ദേശിച്ച രീതിയിൽ നല്ല ഗുണമേന്മയൊന്നും ഇല്ല അല്ലെ, പൈസ ചെലവാക്കിയതനുസരിച്ചിട്ടുള്ള ഗുണമേന്മയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക്കിനും അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്താനായിട്ട് സാധിക്കും അല്ലെ. അതിനെ സംരക്ഷിക്കുന്ന വിവരാവകാശ നിയമവും അല്ലെ, മനുഷ്യാവകാശ നിയമം, അങ്ങനെ കുറെ ആക്ടുകളൊക്കെ ഉണ്ട്. സോ അവിടെ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്താം. നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ പൈസ ചെലവാക്കിയിട്ട് ഇത്രയും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല അല്ലെ, അവിടെ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ആണ്, പ്രൊഡക്റ്റ് മേടിക്കുന്ന കസ്റ്റമേഴ്സിനാണ് അതിന് ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു ബാർഗൈനിങ് പ്രോസസ്സിൽ നിന്ന് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത്. മാനേജ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം, എംപ്ലോയീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അവർ റിമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും അവർ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ബാധിക്കാം അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് ഇതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അല്ലെ, എന്താണ് പ്രശ്നം, സാലറി ഞങ്ങൾ തരുന്നില്ലേ അല്ലെ, തീർച്ചയായിട്ടും ബാർഗൈനിങ് നടത്താം പറ്റില്ലേ? ബാർഗൈനിങ് എന്ന് പറയുന്നത് ആർക്ക് നടത്തിക്കൂടെ? നടത്താം അല്ലെ. അവകാശങ്ങൾ നേടിയെടുക്കാൻ ആർക്ക് വേണമെങ്കിലും ഈ വിലപേശൽ അല്ലെ ബാർഗൈനിങ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്ത് പോകാവുന്നതാണ്. സോ അത് കസ്റ്റമേഴ്സിനാവാം, മാനേജ്മെന്റിനാവാം, യൂണിയൻ ലീഡേഴ്സിനാവാം, കേസ് എംപ്ലോയീസിനാവാം അല്ലെ, ആർക്ക് വേണമെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ബാർഗൈനിങ് പ്രോസസ്സ് നടത്താവുന്നതാണ്. സോ സൊസൈറ്റിക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സമൂഹത്തിലും നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. അവരുടേതായിട്ടുള്ള നീഡ്സ്, ഡിസയേഴ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഈക്വലി അത് നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ
of industrial laws and regulations based on civil rights followed within the industry. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ടാണ് ചില അവകാശങ്ങളൊക്കെ നേടിയിരിക്കുന്നത്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും പിന്നീട് നിയമങ്ങളായിട്ട് മുന്നിൽ വരുന്നത് അല്ലെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ അവിടെ ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും കൂടി മിക്സ് ചെയ്ത് നമുക്കറിയാം തൊഴിലാളി പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുമ്പോൾ ജസ്റ്റ് തൊഴിലാളികളെ മാത്രമല്ല ബാർഗെയിനിങ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് അല്ലെ. അവർക്ക് വേണ്ടിയിട്ട് സംഘടനാ നേതാക്കളും അല്ലെ മറ്റു അനുകൂലമായിട്ടുള്ള നടപടി രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ ഒരുപാട് വ്യക്തികളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നിയമാവലിയായിട്ട് തന്നെ അത് പിന്നീട് ഫോളോ ചെയ്ത് പോകാനൊക്കെയായിട്ട് ശ്രമിക്കും അല്ലെ. വർക്കിംഗ് അവേഴ്സിന്റെ കാര്യമോ അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഡ്യൂട്ടികളുടെ കാര്യമോ അല്ലെങ്കിൽ വിശ്രമത്തിന്റെ കാര്യമോ അല്ലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം നിയമങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. It also make sure random decision and avoid and rules and followed. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് നമുക്കത് മുന്നിൽ നിന്നുകൊണ്ട് പോകാനായിട്ട് കുറച്ച് ഇടയ്ക്ക് എടുക്കുന്ന ഒരു തീരുമാനം പോലെ ആവാതെ നല്ല കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള രീതിയിലേക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഇതുകൊണ്ട് ഈ ഒരു നെഗോഷിയേഷൻ പ്രോസസ് കൊണ്ട് അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് കൊണ്ട് സാധിക്കുന്നു എന്നതാണ്. ഫസ്റ്റ് നമുക്കറിയാം എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് കൊണ്ട് സാധിക്കുന്നു. ഇൻക്ലൂഡ് എംപ്ലോയീസ് അല്ലെ ഈ ബാർഗെയിനിങ് പ്രോസസ്സിൽ എല്ലാവർക്കും പങ്കാളിയാവാനായിട്ട് സാധിക്കുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇവിടെ താഴേക്ക് പറയുന്നുണ്ട് ഹെൽത്ത് എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രിയൽ പീസ് ഇൻ കൺട്രി. രാജ്യത്തിന് നല്ലൊരു സമാധാനം കെട്ടിപ്പടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം പ്രശ്നങ്ങളൊക്കെ ഒന്നിച്ചിരുന്നിട്ടാണ് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് എളുപ്പമായ മാർഗമല്ലേ അല്ലേ. സമാധാനത്തോട് കൂടിയിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെ. അഭിപ്രായം ചിലപ്പോൾ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായത്തിനാണ് അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയൽ പീസ് അല്ലെ രാജ്യത്തിന്റെ തന്നെ ഒരു വ്യവസായിക സമാധാനം നിലനിർത്തി കൊണ്ടുവരാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് കൊണ്ട് സാധിക്കുന്നു. It leads to an amicable industrial environment which removes the problems in the path of a nation's economic and social development. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എല്ലാവർക്കും അല്ലെ നമ്മുടെ വ്യാവസായിക സമൂഹത്തിന് തന്നെ നല്ലൊരു രീതിയിൽ ഒരു ബാർഗെയിനിങ് പ്രോസസ് നടത്തി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും പ്രോബ്ലംസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നമുക്കറിയാം സാമ്പത്തികപരമായിട്ട് ആരെയും അല്ലെ തീർച്ചയായിട്ടും പഴിചാരിയിട്ടൊന്നല്ല നമ്മൾ തീരുമാനങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പൊ തൊഴിലുടമയോട് അധിക വേതനം നൽകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തൊഴിലുടമ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്ര നേട്ടമുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം അതെല്ലാം അല്ലെ ഫുൾഫില്ല് ചെയ്തിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സോ ഒരാളെയും അല്ലെ അവിടെ എക്കണോമിക് ആയിട്ട് സാമ്പത്തികമായിട്ട് നഷ്ടത്തിലാക്കാനായിട്ട് ഈ ഒരു ബാർഗെയിനിങ് പ്രോസസ് കൊണ്ട് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവർ അവരുടേതായിട്ടുള്ള ബാർഗെയിനിങ് പ്രോസസ് കഴിവുകളെ എബിലിറ്റി തീർച്ചയായിട്ടും എവിഡൻസുകളൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും ബാർഗെയിനിങ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം സമൂഹത്തിനും അതുകൊണ്ട് തന്നെ പുരോഗതി നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. സാമ്പത്തികമായിട്ട് എല്ലാവരും കയ്യിൽ മുതലാളിത്ത വ്യവസ്ഥ രീതിയിൽ അല്ലെ അവിടെ ഒരുപാട് ഫണ്ട് മുഴുവനും ഈ പറഞ്ഞ കമ്പനി ഉടമകളുടെ ഒക്കെ കയ്യിൽ തന്നെ വെക്കാതെ എല്ലാവർക്കും തീർച്ചയായിട്ടും നീതി അനുസരിച്ചിട്ട് തന്നെ അവരവർക്ക് അവകാശപ്പെട്ടതൊക്കെ അവൈലമാക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമൂഹത്തിന് തന്നെ നല്ല രീതിയിലുള്ള ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. It also gives the procedure to regulate the employment conditions of employees. എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് എംപ്ലോയീസിന് നമ്മൾ പറഞ്ഞു പർട്ടിക്കുലർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപടിക്രമങ്ങളൊക്കെ അത് കൃത്യതയോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഒരു ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും സിക്ക് ലീവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ടുള്ള അല്ലെ ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവ് അനുവദിക്കുക അങ്ങനെ പലതരത്തിലുള്ള പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നിയമങ്ങൾ അല്ലെ അത് നടപ്പാക്കിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിനൊക്കെ അത് കൃത്യമായിട്ട് യൂസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. So it also gives a procedure to regulate the employment condition of employees.
ഓക്കെ, ഇപ്പൊ സമൂഹത്തിന് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പൊ ഒരു കമ്പനിയുടെ അല്ലെ, ഒരു കമ്പനിക്ക് ഇന്ന ആനുകൂല്യങ്ങൾ എന്തായാലും ഇതേ സെയിം നേച്ചറോട്ടുള്ള മറ്റൊരു കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയും ആ നിയമങ്ങൾ അല്ലെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചു പോകാനായിട്ട് ബാധ്യസ്ഥരായിരിക്കും. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് നേടിയെടുക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ബാധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ഒക്കെയാണോ? വായിച്ചു നോക്കുക. സൊസൈറ്റിക്കുള്ള നേട്ടങ്ങൾ ബാർഗെയിനിങ് കൊണ്ട് എന്തൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയോ? എന്തെങ്കിലും പോയിന്റുകളിലോട്ടുണ്ടോ? ഇതൊക്കെ പോവാം, ഓർത്ത് വെച്ചാൽ മതി. എംപ്ലോയീസിലേക്ക് കിടക്കുകയാണെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഇമ്പോർട്ടന്റ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു എംപ്ലോയീസ് ആൻഡ് ഫോളോവേഴ്സ്. എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ, വളരെ രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. The employees are utilized with the feeling of a responsibility towards their work and have high self-esteem as a result of a collective bargaining. നല്ല രീതിയിൽ അവർക്ക് ബോധത്തോട് കൂടിയിട്ട് അല്ലെ, നല്ലൊരു തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഏറ്റവും ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ആണ്. കാരണം അവരെ ആണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, റിസ്കുകളൊക്കെ ഏറ്റെടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ട് വർക്കിംഗ് കണ്ടീഷൻസോ എന്തെങ്കിലും പ്രിവെന്റീവ് ആയിട്ടുള്ള ഹസാർഡ്സ് ഒക്കെ ആണെങ്കിൽ പ്രിവെന്റീവ് ആയിട്ടുള്ള നടപടികളോ അല്ലെ, ഇൻ കേസ് വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള ഒരു കൺസിഡറേഷനോ അല്ലെ, എന്തെങ്കിലും പരിഗണനയൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് അനുഭവപ്പെടണം. ആ പരിഗണന തീർച്ചയായിട്ടും തൊഴിലുടമയിൽ നിന്ന് അത് അനുഭവപ്പെടേണ്ടതുണ്ട്. And how high self-esteem as a result of a collective bargaining. ഓക്കെ, അവർക്ക് സ്വയം തന്നെ അല്ലെ നമുക്കറിയാം ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ അവൈലബിൾ ആക്കുന്നത് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സോട് കൂടിയിട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് അവൈലബിൾ അല്ല എങ്കിൽ അവിടെ വിലവീഴ്ച തന്നെ അവർ നേടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് വേണമെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും അവർ അത് അവതരിപ്പിക്കും. പുതിയ ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മതിയായ ട്രെയിനിങ് കിട്ടുന്നില്ല. സോ അവർ തീർച്ചയായിട്ടും ഇതെല്ലാം ബാർഗെയിൻ ചെയ്തിട്ട് തന്നെയാണ് നേടിയെടുക്കുന്നത്. Then as the bargaining capacity of a group increases, it makes the workers more powerful. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെ, ഒരു മോർ പവർഫുൾ ആയിട്ട് തന്നെ അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. സോ അത് കണ്ടില്ല എന്ന് വെക്കാനായിട്ട് തീർച്ചയായിട്ടും ആർക്ക് പറ്റുന്നില്ല, തൊഴിലുടമയ്ക്ക് പറ്റുന്നില്ല അല്ലെ. കാരണം അവര് പവർഫുൾ ആയിട്ട് തന്നെയാണ് അവിടെ എഫക്റ്റീവായിട്ട് എംപ്ലോയറിൽ നിന്നും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയിട്ടുള്ളത്. The employees become more efficient and have greater enthusiasm towards the work. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഉത്സാഹത്തോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരമാവധി എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആയിത്തീരുന്നതും. ഓക്കെ, നമ്മുടെ അവകാശങ്ങളൊക്കെ നമുക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ അവൈലബിൾ ആക്കി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ. ഇന്ന വർക്കിംഗ് കണ്ടീഷൻ വേണം അല്ലെങ്കിൽ ഇന്ന മുൻകരുതലുകൾ അവിടെ തയ്യാറാക്കി തന്നാൽ മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. സോ അത് ചർച്ചയിലെല്ലാം അവർ അവതരിപ്പിച്ചു. സോ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യും. കാരണം നമുക്കറിയാം നമ്മൾ ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ഉള്ളത് കൊണ്ട് സാധ്യമാണ്. Keep a check on a random decision of the management which affect the employees. These decision of the management are also discouraged. തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റ് കുറെ ഡിസിഷനൊക്കെ എടുത്തിട്ട് തൊഴിലാളികളെ കൊണ്ട് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു രീതി തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസ് അംഗീകരിക്കണമെന്നില്ല അല്ലെ. അവര് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ അവര് അത് അല്ലെ അവര് വേണ്ടാതെ വെക്കും അല്ലെ. ഓൾസോ ഡിസ്കറേജ്
അങ്ങനെയുള്ള തീരുമാനങ്ങളെ അവരെ അവഗണിച്ചു കഴിയും. അതേസമയം തീർച്ചയായിട്ടും അവർ എംപ്ലോയീസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെയൊക്കെയാണെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം തീരുമാനങ്ങളും അവർക്ക് പ്രോപ്പറായിട്ട് നൽകണമെന്നൊന്നുമില്ല. പക്ഷെ കുറച്ചെങ്കിലും റയറായിട്ട് കുറച്ച് കേസുകളൊക്കെ അംഗീകരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എംപ്ലോയീസ് അത് പെർഫെക്റ്റ്ലി ഹാപ്പി ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും, അതായത് വർക്കിൽ അത് പ്രകടമാക്കുകയും ചെയ്യും. Then fifth point നോക്കുകയാണെങ്കിൽ that union movement becomes stronger with the increase in support of employees. Okay, യൂണിയൻ ഒക്കെ ആണെങ്കിൽ ഇത്തിരി കൂടി സ്ട്രോങ് ആണെങ്കിലോ നല്ല സപ്പോർട്ട് ആയിരിക്കും അല്ലെ? യൂണിയൻ ലീഡേഴ്സ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അല്ലെ വശത്തിരിക്കുന്ന ലീഡേഴ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും അല്ലെ? അപ്പൊ കൂടുതൽ സപ്പോർട്ട് എംപ്ലോയീസിന് അവൈലബിൾ ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശരിയല്ലേ? ആണോ? പിന്നെ കമ്പനിയിലെ ഇപ്പൊ ലീഡേഴ്സ് യൂണിയൻ ലീഡേഴ്സിലൊക്കെ ഉണ്ട്. സോ അതാത് ഗവൺമെന്റിന്റെ തന്നെ ഒരു യൂണിയൻ ഒക്കെയാണ് അല്ലെ, അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ലീഡേഴ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർ പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാകേണ്ടതൊക്കെ വരും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് എംപ്ലോയീസിന് അവൈലബിൾ ആകുന്നത്. Then makes the management accessible for workers to share their concern and negotiate on relevant issues for their benefits. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിന് വർക്കേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെ, ചർച്ചയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രോബ്ലംസുകളൊക്കെ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്കറിയാം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല പവറോട് കൂടിയിട്ടുള്ള ഒരു അല്ലെ ലീഡർഷിപ്പോട് കൂടിയിട്ടൊക്കെയാണ് അവര് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. സോ മാനേജ്മെന്റ് തീർച്ചയായിട്ടും അതെല്ലാം അവരെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ട് വരും. ഓക്കെ, then നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് collective bargaining help in addressing the grievance of workers in a timely manner. As a result, the chance of a conflict arising from wages and employment conditions, economic and technological advancements in industry are minimized. അതായത് ഇപ്പൊ ഈ മാസം വില എടുത്തിട്ട് സാലറി കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ അവർ ബാർഗെയിൻ ചെയ്തു തുടങ്ങും അല്ലെ? ടൈം ടു ടൈമിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു 10 ദിവസത്തിനുള്ളിൽ വേതനം നമുക്ക് മസ്റ്റായിട്ട് ലഭ്യമാക്കണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യമായിരിക്കും അവർ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം 10 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പൊ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്വിക്കായിട്ട് ടൈമിൽ തന്നെ അവിടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, വേജസ്, എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ഇൻഡസ്ട്രി ആർ മിനിമൈസ്ഡ്. സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നങ്ങളെയും കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ ടെക്നോളജി വന്നു, ഓക്കെ, തീർച്ചയായിട്ടും എംപ്ലോയീസിന് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവർക്ക് ട്രെയിനിങ് വേണം. സോ ടൈം ടു ടൈമിൽ ഇതിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചാൻസുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും എംപ്ലോയീസ് കൃത്യമായിട്ട് തന്നെ, അതായത് വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അവരുടെ റിസൾട്ടുകൾ കൈവരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് തൊഴിലാളികളുടെയും അതേപോലെ തന്നെ സൊസൈറ്റിയിലെയും ജസ്റ്റ് വായിച്ചു നോക്കാം.
Okay, വായിച്ചു നോക്കിയോ? നമുക്ക് തൊഴിലുടമയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. എംപ്ലോയേഴ്സ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് കൊണ്ട് സൊസൈറ്റിക്ക് എംപ്ലോയീസിനൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി തൊഴിലുടമയ്ക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മെച്ചമുണ്ടോ നോക്കാം. Employers collective bargaining is important to employees in following ways. So first one, it leads to higher level of output contributed by a motivated workforce which can freely communicate with the employer and can also bargain with the employers for increased incentives. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നല്ല ഫ്രീ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അവർ പറയും. അല്ലെ, എംപ്ലോയീസിനെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ ഫ്രീ ആയിട്ട് പറയും. അല്ലെ, അപ്പൊ തുറന്ന് തന്നെ തൊഴിലുടമയ്ക്കും പറയാനായിട്ട് സാധിക്കും. പറയുന്നതൊക്കെ ശരിയാണ്, നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട്, സോ അതിനനുസരിച്ചിട്ട് പേയ്മെന്റ് കൂട്ടിത്തരാൻ നമുക്ക് ശ്രമിക്കാം. അല്ലെ, എൻഗേജ് വർക്കിംഗ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും ഒരു തുറന്നൊരു സംഭാഷണം നടത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം അവിടെ എന്താണ് നല്ല രീതിയിൽ തന്നെ തുറന്ന സംഭാഷണങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അല്ലെ, തൊഴിലുടമയുടെ തൊഴിലാളികൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. സോ അങ്ങനെ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് റിസൾട്ടുകൾ നേടിയെടുക്കുക. നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് നല്ലൊരു കമ്മിറ്റ്മെന്റ് ആ തൊഴിലുടമയോടും സ്ഥാപനത്തിനോടൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതിന് സാധ്യമായ ഒരു പ്ലാറ്റ്ഫോം എവിടെ നിന്നാണ് ഈ ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ഇടം കിട്ടുന്നത്. ഓക്കെ അല്ലേ, ശരിയല്ലേ? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എങ്ങനെയാ അത് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്? contributed by motivated workforce which can freely communicate with the നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് പറ്റുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ സാലറി കൂട്ടിത്തരാം, അതേ രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അല്ലെ, അങ്ങനെ നല്ല രീതിയിൽ അവർ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു പോകുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും അവകാശങ്ങളൊക്കെ അവർ നേടിയെടുക്കുമ്പോഴൊക്കെ അല്ലെ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്ത് കൈകാര്യം ചെയ്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ചെറിയ രീതിയിലെല്ലാം ഇൻസെന്റീവ്സോ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടിലേക്ക് അത് കൊണ്ടു എത്തിക്കുന്നു. നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് നേടിയെടുക്കാനും അതുപോലെ തന്നെ എംപ്ലോയീസിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. It is very difficult for employers to resolve every complaint of employee separately. Hence, this method of finding solutions collectively by bargaining is adopted by the management. Okay, ഓരോ എംപ്ലോയിയുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെ, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ വരുമ്പോൾ അല്ലെ കുറച്ച് പേര് റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ടായിരിക്കും പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഓരോരുത്തരെ വിളിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ ഒരു തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സൊല്യൂഷൻസ് ഒക്കെ എളുപ്പത്തിൽ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും. Then third one, collective bargaining makes the employees feel secured with the result in lesser attrition. Hence, the cost of labor turnover to management is reduced. അങ്ങനെ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. അല്ലെ, ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റുന്നു എന്ന് പറയും. അങ്ങനെ ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എംപ്ലോയി ആ കമ്പനി തന്നെ തുറന്നുകൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കില്ലേ? നമ്മുടെ ജോലി സ്ഥലത്ത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തരുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ, നല്ല ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ തുടരാനായിരിക്കില്ലേ ആഗ്രഹിക്കുന്നത്? അല്ലേ, ഏതൊരു എംപ്ലോയിയും അത് ആഗ്രഹിക്കില്ലേ? ആഗ്രഹിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ അല്ലെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ തുറന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് ഇൻ ലെസ്സർ അട്രീഷൻ. എന്താണ് അട്രീഷൻ? അവിടെ നിന്ന് വിട്ടുപോകുന്ന നേരത്തിൽ കുറവായിരിക്കും. കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ടു മാനേജ്മെന്റ് ഇസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാനേജ്മെന്റിനും ഒരുപാട് ലേബർ ടേൺ ഓവറുമായി ബന്ധപ്പെട്ട് പൈസ ചെലവാക്കേണ്ടതായിട്ടും വരില്ല. നമുക്കറിയാം എംപ്ലോയീസ് ആവുന്നത്
തിരിഞ്ഞു പോവുകയാണെങ്കിൽ പുതിയ വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ഷനും അല്ല ഇന്റർവ്യൂ ഒക്കെ നടത്തി സെലക്ഷനൊക്കെ നടത്തി അവിടെ കൃത്യമായിട്ടുള്ള എംപ്ലോയീസിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള പൈസ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു, ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അങ്ങനെ ഉള്ള ചെലവുകളൊക്കെ പുതിയ ന്യൂ എംപ്ലോയുമായി ബന്ധപ്പെട്ട് വരും. സോ ഇതൊക്കെ ഒരു പരിധി വരെ ലഘൂകരിക്കാനായിട്ട് നല്ലൊരു ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാൻ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാക്കി തീർക്കുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊക്കെയാണ് ലെക്ചർ അഡ്രീഷൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലേ? അഡ്രീഷൻ അങ്ങനെ കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ടു മാനേജ്മെന്റ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, നമുക്കറിയാം മാനേജ്മെന്റിന് വീണ്ടും വരുന്ന കുട്ടികളൊക്കെ കണ്ടുപിടിക്കേണ്ട കാൻഡിഡേറ്റ്സിനൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാകുന്നില്ല. Then it becomes easy to communicate within the organization and helps to connect at the top level, that is management, and the bottom level, that is what comes out. ഓക്കെ, നമുക്കറിയാം എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം ഒന്നല്ലേ എല്ലാ എംപ്ലോയീസും അവിടെ 1 by 8 കളക്റ്റഡ് ആണ്. അത് മാത്രമല്ല തീർച്ചയായിട്ടും നമുക്കറിയാം ഹൈറാർക്കി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് പോകുന്നത് കൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ എല്ലാവരിലേക്കും ആശയങ്ങളൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നോളജ് പങ്കുവയ്ക്കുന്ന ഒരു രീതിയല്ല കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് നടത്തുമ്പോൾ എല്ലാവർക്കും പല വിവരങ്ങളും അല്ലെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുന്നു. The last one, industrial dispute can be prevented and settled by collective bargaining. എന്തെങ്കിലും വ്യവസായ തർക്കങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നതും ഈ പറഞ്ഞ മാതിരി കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിലൂടെയാണ്. Industrial dispute can be prevented and settled by collective bargaining. Okay, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ തൊഴിലാളിക്ക് സൊസൈറ്റിക്ക് തൊഴിലാളികൾക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് വന്നത് പ്രോസസ്സിംഗ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം കുറച്ചൊരു ടോപ്പിക്കേ ഉള്ളൂ, അതോടെ നമ്മുടെ ചാപ്റ്റർ കഴിയും. ഓക്കെ, നമുക്ക് സ്പീഡിൽ അങ്ങനെ എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ച് എംഎംസിന്റെ കുറച്ച് പോർഷൻസ് കൂടി നമുക്കൊന്ന് മേടിച്ചെടുക്കാം. കുഴപ്പമില്ലല്ലോ? എംഎംസിന്റെ പോർഷൻ മേടിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? നമ്മൾ മിസ്സിന്റെ ക്ലാസ് കുറച്ച് കൂടുതൽ കയറിയിട്ടുണ്ട്. ക്ലാസ് അവൈലബിൾ ആണ് എങ്കിൽ മിസ്സിന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതല്ലെങ്കിൽ കുറച്ച് ഭാഗം കൂടി മിസ്സിന്റെ കൂടി നമുക്ക് മേടിച്ച് ക്ലാസ് എടുക്കാവുന്നതാണ്. അതായത് ഈ ചാപ്റ്ററിലെ അല്ലെ നമ്മൾ തുടങ്ങിയത് ട്രേഡ് യൂണിയൻ തുടങ്ങിയാണ്. അതിന്റെ തൊട്ട് മുന്നത്തെ പോർഷൻസ്. ഓക്കെ, അത് സജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഭാഗങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ജസ്റ്റ് എവിടെ വരെ വായിച്ചു നോക്കുക ഇമ്പോർട്ടൻസുകൾ. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് ഈ ഒരു ഭാഗമാണ്. അതായത് അതിന്റെ ആ ഒരു നെഗോഷിയേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. നെഗോഷിയേഷൻ സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ്. അത് ഡയഗ്രാം വരച്ചേക്കുന്നത് തന്നെയാണ് താഴേക്കും പറഞ്ഞു പോകുന്നത്. പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. ഓക്കെ, മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ആരും ചെയ്യാറില്ല. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ചെയ്യാറ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ആഴ്ച പോവുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോവുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യം അല്ലെ, ഒരു അവസ്ഥ വരില്ല. ഓക്കെ, അയച്ചു നോക്കിയോ? ഒക്കെയാണ്. കണ്ടിന്യൂ ചെയ്യാലോ?
എന്താണ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. നമ്മൾ ആ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഫീച്ചേഴ്സ് പഠിച്ചു, ഒബ്ജക്റ്റീവ്സ്, തന്നെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എല്ലാം ഏതാണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് വളരെ സിമ്പിൾ ആയിട്ട് ലഘൂകരിച്ച് ഏത് പ്രശ്നത്തിനെ നമുക്ക് വലിയ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ആ നിയമത്തിന്റെ ബലത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റീസണബിൾ ആയിട്ട് എവിഡൻസോട് കൂടിയിട്ട് നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. ഇവിടെ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്ങും അത് തന്നെയാണ് വളരെ കൃത്യമായിട്ട് വിവരിച്ചു പോകുന്നത്. There are two kinds of environmental factors that influence the process. Firstly, the type of a bargaining structure that is present between the union and the company. ഓക്കെ, ഇപ്പൊ പ്രോസസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ആ നടപടി കാര്യങ്ങളാണ് ഇവിടെ പോകുന്നത്. അതിന്റെ ബാർഗെയിനിങ് സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് വരുന്നത് യൂണിയനും കമ്പനിയും തമ്മിൽ. അതായത് നമ്മൾ സാധാരണ ബാർഗെയിനിങ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ തൊഴിലുടമ ചിലപ്പോൾ വേണമെങ്കിൽ മാനേജ്മെന്റിനെ ആയിരിക്കും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് നിയമിതമാക്കുന്നത്. തൊഴിലാളികളാണെങ്കിൽ യൂണിയൻ ലീഡേഴ്സിനൊക്കെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നത്. സോ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലുടമയും മാനേജ്മെന്റ് ഒക്കെ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റും യൂണിയൻ ലീഡേഴ്സ് ഒക്കെ തമ്മിലായിരിക്കും. കുറച്ചും കൂടി നമുക്കറിയാം എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രകടിപ്പിക്കണം അല്ലെ. തീർച്ചയായിട്ടും അത് മസ്റ്റായിട്ടും അവിടെ മാനേജ്മെന്റിനെ ബോധ്യമാക്കണം, അല്ലെങ്കിൽ തൊഴിലുടമയെ ബോധ്യമാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലാളികളെയും അതേപോലെ തന്നെ തൊഴിലുടമയെ ഉൾപ്പെടുത്തി തന്നെ ബാർഗെയിനിങ് പ്രോസസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകാവുന്നതാണ്. So, firstly, bargaining structure that is present between the union and the company. തീർച്ചയായിട്ടും അത് ഘടന കൃത്യമായിട്ട് തന്നെ ഉണ്ടാവണം, ആരെയൊക്കെ ഉൾപ്പെടുത്തണം അല്ലെ. അതിനനുസരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. There are four main types of structure. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനിലും നമുക്കറിയാം പലതരത്തിലുള്ള ഘടനകൾ ഉണ്ടാവും. അതായത് ഓർഗനൈസേഷന്റെ വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റ്സ് അനുസരിച്ച് ചില കമ്പനികളിലൊക്കെ ആണെങ്കിൽ ഒരു യൂണിയൻ ഉണ്ടാവുള്ളൂ, ചില കമ്പനികളിലൊക്കെ ഒന്നിലധികം യൂണിയനുകൾ ഉണ്ടാവും. ചാൻസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുമോ? ഒരു കമ്പനിയിൽ തന്നെ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ടോ? എന്താ സാധ്യതയുണ്ടോ? അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു കമ്പനിയിലെ വ്യത്യസ്ത യൂണിയനുകൾ, അതായത് വ്യത്യസ്ത പാർട്ടികളുടെ യൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വ്യത്യസ്ത പാർട്ടികളുടെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ യൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. റെസ്പോണ്ട് ചെയ്യാട്ടോ. ഒന്നാമത്തെ തിയറി ചാപ്റ്ററിൽ പറഞ്ഞത് തന്നെയാണ് കുറേയൊക്കെ അല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പോകും. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള പോയിന്റ്സ് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെ എളുപ്പമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു കമ്പനിയിൽ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അതാണോ? മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലേ? യെസ്, സംതിങ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, എന്നാൽ എങ്ങനെയാണെങ്കിലും നമുക്ക് പറഞ്ഞു പോകാം. അതായത് ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ യൂണിയനുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. വ്യത്യസ്ത യൂണിയനുകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഇതേ കമ്പനി തന്നെ വേറൊരു ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അങ്ങനെയാണ് ബിസിനസ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. വ്യത്യസ്ത ഡിസ്ട്രിക്റ്റുകളിലെ പ്രദേശങ്ങളിലൊക്കെ അതിന്റെ തന്നെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ചാൻസുകളുണ്ട് അല്ലെ. അപ്പൊ there are four main types of structure. നമ്മുടെ ഈ ഘടന വെച്ച് നോക്കുമ്പോൾ പല രീതിയിലും ഘടനയെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ, ഒരു കമ്പനിയിൽ ഒരു യൂണിയൻ മാത്രമുള്ള ഒരു ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ വേരിയസ് കമ്പനീസ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻസ്.
വ്യത്യസ്ത കമ്പനികളിൽ അല്ലെ അവിടെ സിംഗിൾ യൂണിയൻ തന്നെ വ്യത്യസ്ത കമ്പനികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഒരു യൂണിയൻ തന്നെയായിരിക്കും. ആ യൂണിയന്റെ ലീഡേഴ്സുകളൊക്കെ അല്ലെ യൂണിയന്റെ ആ ഒരു രീതികളൊക്കെ ഫോർമാറ്റുകളൊക്കെ ചിലപ്പോൾ വ്യത്യസ്ത കമ്പനികൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ വേരിയസ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി. ഒരു കമ്പനി തന്നെ വേരിയസ് ആയിട്ടുള്ള യൂണിയനുകൾ അല്ലെ വ്യത്യസ്ത പാർട്ടികളുടെ യൂണിയനുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ടാവും. വേരിയസ് കമ്പനീസ് ആൻഡ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് ഈച്ച് അതർ. അതുപോലെ തന്നെ വ്യത്യസ്ത കമ്പനികളിൽ വ്യത്യസ്ത യൂണിയനുകളൊക്കെ ആയിട്ട് നിലപാടെടുത്ത് പോകുന്നത്. അതായത് ഇപ്പൊ ഒരു ബ്രാഞ്ച് തന്നെയാണെങ്കിൽ ഈ ബ്രാഞ്ചിൽ വേറെ യൂണിയനുകൾ, അടുത്ത ബ്രാഞ്ച് ആണെങ്കിൽ അടുത്ത ബ്രാഞ്ചിൽ വേറെ യൂണിയനുകൾ, അങ്ങനെ നിലപാടുകൾ എടുത്ത് പോകുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ബാർഗെയിനിങ്ങിന്റെ ആ ഒരു സ്ട്രെങ്തിനെ അല്ലെ അതിന്റെ ശക്തിയെ പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, അതിന്റെ സ്ട്രക്ചർ ഘടനയെ മുൻനിർത്തി പറയുന്നത്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന പ്രോസസ്സിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റ്, തൊഴിലുടമ, തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിയനുകൾ, അവരാണ് പ്രധാനമായിട്ടുള്ളവർ. ഇവിടെ ഒരു കമ്പനിയിൽ തന്നെ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ഒന്നിലധികം യൂണിയൻ ലീഡേഴ്സുകളൊക്കെ ബാർഗെയിൻ ചെയ്യാനായിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? വ്യത്യസ്ത യൂണിയനുകൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ വരുമ്പോൾ വ്യത്യസ്ത യൂണിയൻ ലീഡേഴ്സ് അവിടെ റെപ്രസെന്റ് ചെയ്ത് വരില്ലേ? വരോ? ചാൻസ് വരാനായിട്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് മാറ്റി പോകണം. നമ്മൾ ഇത് ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓർത്ത് വെച്ചേക്കാം, സ്ട്രക്ചർ 4 രീതിയിൽ സ്ട്രക്ചർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ എന്താണ് പ്രിപ്പയറിംഗ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലെ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എൻവയറമെന്റ് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷന്, then bargaining issues, negotiating, then negotiation breakdown, then reaching the agreement, then ratifying the agreement, then administration of the agreement. അതായത് നമ്മൾ ആദ്യം തന്നെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകും. ഓക്കെ, തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധ്യമായ രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരു സാലറി തരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വർക്കിംഗ് അല്ലെ അവിടെ കണ്ടീഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുമ്പോൾ ചർച്ചകൾ വേണമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നു. അതിന് വേണ്ടിയിട്ട് ചർച്ചകൾ പ്രിപ്പയർ ചെയ്യും അല്ലെ. ബാർഗെയിനിങ് ഇഷ്യൂസ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ചർച്ചകൾ സംഘടിപ്പിക്കും. ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവരെല്ലാവരും തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അവിടെ ബാർഗെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് അനുകൂല നടപടികളൊക്കെ എടുത്തു പോകേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ അനുകൂല നടപടികളൊന്നും ചിലപ്പോൾ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ സാധ്യത വരില്ലേ? ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടൊക്കെ തന്നെയാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടൊക്കെ തന്നെയാണ് ചർച്ചകളിലേക്ക് വരുന്നത്. തന്നെ അവിടെ പ്രസന്റ് മാനേജ്മെന്റ് ചിലപ്പോൾ തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്തും തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്ത് യൂണിയൻ ലീഡേഴ്സുകളൊക്കെ അവിടെ ചർച്ചയിൽ വരുന്നുണ്ടാവും. തന്നെ ഇങ്ങനെ ചർച്ചകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇഷ്യൂസുകളൊക്കെ അല്ലെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയില്ല എന്ന് വരും. ചാൻസ് ഉണ്ടാവില്ലേ? എത്താതെ വരാൻ ചാൻസ് ഇല്ലേ? ഉണ്ടാവും. എത്താതെ വരാൻ ചാൻസ് ഉണ്ടോ? എപ്പോഴും ചർച്ചകളിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പര്യവസാനിക്കാനായിട്ട് സാധ്യത കൂടുതലാണോ? ചർച്ചയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഓക്കെ അത് എഗ്രി ചെയ്ത ഒരു സമ്മതത്തില് കോൺട്രാക്റ്റില് എഗ്രിമെന്റിലേക്ക് എത്തിപ്പെട്ട് ചർച്ച അവസാനിക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും സാധ്യമാണോ? സാധ്യമാണോ? അല്ല അല്ലെ? എപ്പോഴെങ്കിലും അങ്ങനെ വരാൻ ചാൻസ് കുറവാവാനും സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ കുറവാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വീണ്ടും വിളിക്കേണ്ടതായിട്ട് വരും. വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കേണ്ടതായിട്ട് വരും അല്ലെ? നമ്മൾ പറയും ചർച്ച അലസിപ്പോയി അല്ലെ? ചർച്ച ഒരു തീരുമാനം കണ്ടെത്താതെ പോയി. വീണ്ടും ഒരു സമയക്രമം വെച്ച് വീണ്ടും ചർച്ച സംഘടിപ്പിക്കും. ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതായത് നമുക്കറിയാം ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നു. ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണെങ്കിൽ ഓവർകമ്മിങ് ബ്രേക്ക് ഡൗൺ അതിനെ ഓവർകം ചെയ്യുന്നു. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. റീച്ചിങ് ദ എഗ്രിമെന്റ് നമുക്കറിയാം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് എഗ്രിമെന്റിലേക്ക് എത്തുന്നു. ചർച്ച ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്.
എന്തെങ്കിലും കാരണവശാല് ചർച്ചയ്ക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ചർച്ചകൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. ദെൻ റാറ്റിഫൈഡ് എഗ്രിമെന്റ്, വീണ്ടും അത് പരിശോധന നടത്തുന്നു. എഗ്രിമെന്റ് ഓക്കെ ആണെന്നുള്ളത്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ്, അതായത് തീർച്ചയായിട്ടും നടപ്പിലാക്കി കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെയാണ് ചർച്ചയിൽ ഒരു തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ചർച്ച സംഘടിപ്പിക്കാനായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നു. ദെൻ അതിനുശേഷം അവിടെ ചർച്ചകൾ അല്ലെ അവിടെ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, ബാർഗെയിനിങ് ഇഷ്യൂസുകളൊക്കെ കൃത്യമായിട്ട് ചർച്ചയിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ദെൻ ചിലപ്പോഴെങ്കിലും പരിഹാരം കണ്ടെത്താതെ പോകുന്നു, ബ്രേക്ക് ഡൗൺ ആയി പോകുന്നു. ദെൻ അത് ആ ബ്രേക്ക് ഡൗൺ ആവുന്ന ടൈമൊക്കെ വീണ്ടും വേണ്ട അല്ലെ നമുക്കറിയാം, അതിനെ വീണ്ടും ഒരു സമയക്രമം വെച്ചുകൊണ്ട് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഇങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു. ആ എഗ്രിമെന്റിലേക്ക് എത്തുമ്പോൾ ഒരു സമ്മതത്തിലേക്ക് എത്തുന്നത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം, റാക്ടിഫൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷമാണ് അത് നിയമാവലിയായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ആ രീതിയിലാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ് നടപ്പാക്കുന്നത്. ഓക്കെ അല്ലേ? ശരിയാണോ? അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ബാർഗെയിനിങ് പ്രോസസ്സിനെ നമുക്കറിയാം കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇത് തന്നെ വിവരിച്ചു പോകുന്നുണ്ട്. പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, then identifying bargaining issues, then വീണ്ടും എന്താണ് നെഗോഷിയേഷൻ നടത്തുന്നു, then reaching and ratifying the agreement, കോൺട്രാക്ട്, അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതോടുകൂടിയാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഓക്കെ, ഇത് ഇന്നെടുക്കേണ്ടതുണ്ടോ? ഇന്നെടുക്കണോ? അതെടുത്ത് അവസാനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കുറെ ഓറാവൂലേ. ഓണത്തിന് എല്ലാ പ്രോഗ്രാമൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? പാട്ടൊക്കെ പാടുന്നവരുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ പാട്ടൊക്കെ പാടുന്നവരുണ്ടോ? ഒരു റെസ്പോണ്ടും ഇല്ല. ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണ്ടേ? എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആരെ ക്ലാസ് ആയിരിക്കും? ഫ്രൈഡേ ആരുടെ ക്ലാസ് ആണ്? അത് ഓർമ്മയില്ല. ഫ്രൈഡേ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ആരും എടുക്കുന്നത്? രമ്യ മിസ്സാണോ? ഇഷ മിസ്സാണോ? ഞാനല്ല എന്തായാലും. ഓർമ്മയിലേക്ക് വരുന്നില്ല. ആരാ ക്ലാസ് ഫ്രൈഡേ? കുറച്ച് ടൈം ഷോണം സെലിബ്രേറ്റ് ചെയ്യാവുന്നതുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലൊക്കെ പാടാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡി ആയിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണോ? അത് എന്റെ ക്ലാസ്സിൽ മാത്രമാണോ? ആക്റ്റീവാണോ? മീൻസ് നന്നായിട്ട് തന്നെ ആയിരുന്നോ? അത്യാവശ്യം അല്ലെ, നമ്മളെ ഒന്നിച്ച് തന്നെ ചെയ്ത് പോകുന്ന ഒരു ഇതായിരുന്നു. ചിലപ്പോ ക്ലാസ് ബോറിംഗ് ആയിട്ടായിരിക്കും. നമ്മളിങ്ങനെ നെഗോഷിയേഷൻ അല്ലെ ഈ ഒരു പാർട്ടിയിൽ കുറച്ച് ദിവസമായി അല്ലെ, അത് തന്നെയായിട്ടായിരിക്കും. എനിവേ, എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലൊക്കെ ഫ്രൈഡേ കുറച്ച് ആർക്കെങ്കിലും പാടാനൊക്കെ ചാൻസ് ഉണ്ട്. നോക്കാം, പരിശ്രമിക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറായി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആവാത്തതൊക്കെ ഉണ്ടോ? ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഇന്നത്തെ ക്ലാസ് അതായത് നമുക്കറിയാം
നമ്മൾ എടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ് അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൊസൈറ്റിക്ക് എംപ്ലോയേഴ്സിനും അത് ഫലപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അതായത് ചർച്ചകൾ നടത്തി നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് തുറന്ന് ചർച്ചകളൊക്കെ നടത്താനായിട്ടുള്ള അവസരങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും പബ്ലിക്കിനാണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ്, സപ്ലൈയേഴ്സ് അല്ലെ, എല്ലാവരും തന്നെ അവിടെ ഇൻവോൾവഡ് ആണ്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. എല്ലാവരും ഇൻവോൾവഡ് ആണ്. യൂണിയൻ മാനേജ് അല്ലെ, എല്ലാവർക്കും നെഗോഷിയേഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. സോ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഇത് നമുക്കറിയാം കൺട്രിയെ തന്നെ നമുക്കറിയാം ഒരു പീസ് അല്ലെ, ഇൻഡസ്ട്രിയൽ പീസോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു അവസരമാണ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് ഒരുക്കി തീർക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ 2 പോയിന്റ്സ് ഇമ്പോർട്ടന്റോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. then എംപ്ലോയീസിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരങ്ങൾ കണ്ടെത്താൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും തൊഴിലുടമയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണമെങ്കിൽ, നല്ല രീതിയിൽ ഉത്സാഹത്തോടു കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സോട് കൂടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അതായത് മോർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഫീലിങ്സ് അല്ലെ, ആ ഒരു ബാർഗൈനിങ് പ്രോസസ്സ് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ഉത്സാഹത്തോടു കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യമാണ് അവിടെ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നത്. എംപ്ലോയീസിനൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളാനായിട്ട് മാനേജ്മെന്റ് അതുപോലെ തന്നെ യൂണിയൻ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ അവർ ഇഷ്യൂസുകൾക്കൊക്കെ എളുപ്പം പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, തൊഴിലുടമയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പല രീതിയിൽ എഫക്റ്റീവായിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പരിഹരിച്ചു പോകാനായിട്ട് ഈ മെത്തേഡ് ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനുണ്ട്. വലിയ പ്രശ്നങ്ങൾ അല്ലെ, നീണ്ടു നിന്ന് പോകുകയില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് എളുപ്പം. അപ്പൊ ഒരു ഡേറ്റിൽ ചർച്ച സംഘടിപ്പിച്ചിട്ട് തീരുമാനമായെങ്കിൽ അടുത്ത് തന്നെ അല്ലെ, അടുത്തൊരു മറ്റൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചർച്ച സംഘടിപ്പിച്ചിട്ട് തീരുമാനത്തിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും ഒരു സെക്യൂരിറ്റി അല്ലെ അവിടെ തൊഴിലാളികൾക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ തൊഴിലുടമയ്ക്കും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസും കൂടി അവിടെ അവൈലബിൾ ആണ്. അവിടെ ചെറുതായിട്ട് നമ്മൾ കണ്ടത് ആർട്ടിഫിഷ്യൽ റേറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ റേറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആർട്ടിഫിഷ്യലൊക്കെ ഓക്കെ അല്ലേ? നമ്മള് ലാസ്റ്റ് ഭാഗം കണ്ടത് ജസ്റ്റ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, 4 ടൈപ്സ് ഓഫ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിന്റെ ആ ഒരു ഡയഗ്രാം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷനും കൂടെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കേൾക്കാം, ദേശീയ ഡൗട്ടുകളൊന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.